ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം കല എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. കുറച്ച് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കുറച്ചാളില്ല, അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ അങ്ങനെയാണ് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് തന്നെ, കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അത് കഴുകാനൊന്നും പറ്റിയിട്ട്, അപ്പോൾ മില്ലിൽ കൊണ്ടൊരു കുത്തിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം പൊടിപ്പിച്ചു. അപ്പോൾ നല്ല ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടി, തൊലി കളഞ്ഞതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് വെള്ളം ഒഴിക്കുന്നതിന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കുഴക്കാനിപ്പോൾ ചെറിയൊരു ചൂട് ആക്കിയ വെള്ളം എടുത്തിട്ടുള്ളത്, പച്ചവെള്ളമല്ല. കുറേശ്ശെ നോക്കി നമുക്ക് അത് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കും നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ നമ്മളെ നല്ലോണം വൃത്തി കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ എല്ലാവരും കുഴക്കാൻ നോക്കുക. നമ്മളിത് ഒരു 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനിയിപ്പം നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കും, അല്ല ചപ്പാത്തിയോ പൂരിയോ എന്നുവെച്ചാൽ ഉണ്ടാക്കുകയും ചെയ്യാം, സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ തിരക്കൊന്നും ഇല്ലാതുകൊണ്ട് ഞാനിപ്പോൾ 5 മിനിറ്റ് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട്. തുറന്ന് വെക്കാൻ വേണം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ച് ഡ്രൈ ആയി പോകും. അപ്പോൾ അടച്ചെന്നെ വെക്കാം. അപ്പോൾ നമുക്ക് 5 സമയം കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കാൻ നോക്കാം. പൂരിക്ക് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. മാവെല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. തൊടുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓരോരോ ബോൾസായിട്ട് ഞാൻ എടുത്ത് വെക്കാം. ഇതുപോലത്തെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. പാട്ടാണെന്താ ഇന്ന് മഴേൻ്റെ ഒരു ഇതുണ്ടല്ലോ. ഇന്ന് രാവിലെ മഴ പെയ്തു, ഇപ്പോൾ ഒരു മഴക്കാറാന്നല്ലോ, കാറ്റ്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടേ, രാത്രി മഴ പെയ്ത് പറഞ്ഞാ രാത്രി മഴ പെയ്തു, ചാറ്റൽ മഴ. മിനിഞ്ഞാന്ന് വാങ്ങിണ്ടായി അല്ലേ? പക്ഷെ നേരത്തെ നല്ല വെയിലായിരുന്നു. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴ. ഇപ്പം മൂടി നിൽക്കുന്നുണ്ട് കാലാവസ്ഥ. ബോൾസ് ആക്കിയത് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ചെറിയ വട്ടത്തിൽ പൂരിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിലും ചൂടായി. എണ്ണയിൽ നല്ലോണം ചൂടായി. നമുക്ക് പരത്തി വെച്ച മാവ് ഓരോന്നതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിക്കണം.
ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുറച്ചും തിളച്ച് പൊന്തി വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൂരിയെല്ലാം റെഡിയായി. അമ്മ ചായ കുടിക്കലായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.